കൊയിലാണ്ടി പാലക്കുളത്ത് നിർത്തിയിട്ട കാറിന് പിറകിൽ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 വയസ്സുകാരൻ മരിച്ചു. 8 പേർക്ക് ഗുരുതരമായി പരിക്ക്. വടകര ചേറോട് സ്വദേശിയായ മുഹമ്മദ് ഹിസാനാണ് മരിച്ചതെന്നറിഞ്ഞു. 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതായാണ് അറിയുന്നത്. പരിക്കേറ്റവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയിട്ടുണ്ട്. ഫാത്തിമ ഇസ 6, സുഹറ 55, സെയ്ഫ് ജുമൈലത്ത് 37, ഷഫീർ 45, ഫാത്തിമ 17, ലോറി ഡ്രൈവർ ഗോപി 55 എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടവിവരമറിഞ്ഞ് കൊയിലാണ്ടി പോലീസും ഫയർഫോഴ്സും കുതിച്ചെത്തി നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ദേശീയപാത രൂക്ഷമായ ഗതാഗതക്കുരുക്കിലാണിപ്പോൾ. പാലക്കുളം സൈഡിൽ വടകരയിൽ നിന്ന് ചോറോട് നിന്ന് യാത്ര പോകുന്ന സ്ത്രീകളും കുട്ടികളും കാറ് കടക്കാർ പുറത്തിറങ്ങി നിൽക്കുന്നവരാണ്. റേസും ഒരു ലോറിയും തമ്മാലും ഇടിച്ചിട്ട് ഇവരെ കാറിന് കൊണ്ട് ഇടിച്ചിട്ട് ഈ പുറത്ത് നിൽക്കുന്ന സ്ത്രീകൾ 2 ആളും ലോറീൻ്റെ അടിയിലായിപ്പോയി. ആ ലോറീൻ്റെ അടിയിൽ കാല് കുടുങ്ങിയിട്ട് നാട്ടുകാർ കൂടിയിട്ട് ലോറി പൊക്കിയിട്ടാണ് കാല് വലിച്ചെടുത്ത്. 2 പെണ്ണുങ്ങളെയും ലോറീൻ്റെ അടിയിൽ നിന്നാണ് വലിച്ചെടുത്ത്. ഈ ലോറിക്കാരനെ ഡോറ് കുടുങ്ങിപ്പോയിട്ട് ഫയർഫോഴ്സ് വന്നിട്ടാണ് എടുത്തത്. ഞാനിപ്പോൾ 5 ഓട്ടോറിക്ഷയെ കൊണ്ടുവന്നത് ഒരു പെണ്ണുങ്ങളെ 2 ആണുങ്ങളെയാണ് ഇവിടെ കൊണ്ടുവന്നത്. പെണ്ണുങ്ങളെ കാല് തിരിഞ്ഞു പോയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ടാവും ഞാൻ തോന്നുന്നത്. ഞാനിപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നത്. ആദ്യം അതിൻ്റെ മുമ്പേ അഷറഫ് ഖാൻ്റെ അവിടെ സിമെൻറ്റ് കടകളിലെ കാറിലാണ് കുറച്ച് പെണ്ണുങ്ങളെയും കുട്ടികളെ ആദ്യം കൊണ്ടുവന്നത്. അതിലൊരു മോന് സീരിയസ് ആണെന്നാണ് പറയുന്നത്. ഓഫീസ് നയിക്കും. ഹലോ, ഒന്ന് മാറിക്കണേ.